നാം കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 11 എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് രീതിയിലാണ് നാം ചെയ്തത് അല്ലേ? അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കുന്നു അല്ലേ? അതിനുശേഷം എക്സിൻ്റെയും വൈയുടെയും വില നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് അല്ലേ? ഇതുവരെ ചെയ്ത പ്രോബ്ലംസിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി, എക്സ് പ്ലസ് വൈ സീക്വൽ ടു 40, എക്സ് മൈനസ് വൈ സീക്വൽ ടു 12 അല്ലേ? ഇതേ രൂപത്തിൽ നമ്മൾ ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് എക്സിൻ്റെയോ വൈയുടെയോ വില നമ്മൾ ആദ്യം കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് നോക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സിനെ ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഒന്ന് തന്നെയാണ് അല്ലേ? വൈനെയും ഒഴിവാക്കാൻ പറ്റും, രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഒന്ന് തന്നെയാണ്. ഇനി എക്സിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഒരേ ചിഹ്നങ്ങളാണ്. അതുകൊണ്ട് ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 കുറയ്ക്കുക അല്ലേ? ഇനി വൈനെ ഒഴിവാക്കണമെങ്കിലോ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ചെയ്തു പഠിച്ചു. ഇനി മറ്റൊരു രൂപം എന്താണ്? ഉദാഹരണത്തിന് 2x പ്ലസ് 5y സീക്വൽ ടു 170, 2x പ്ലസ് 3y സീക്വൽ ടു 110. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലുള്ള ഇക്വേഷനാണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നോക്കിയേ, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കണം. ഇവിടെ നമ്മൾക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഗുണിതം 2 ആണ്, ഇവിടെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എക്സിനെ ഒഴിവാക്കാൻ പറ്റും, അതേസമയം വൈയെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? വൈയുടെ മുകളിലത്തെ കോഎഫിഷ്യൻ്റ് 5 ആണ്, ഇവിടെ 3 ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എക്സിനെ മാത്രമേ ആദ്യം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വേണം? ഒരേ ചിഹ്നങ്ങളായതുകൊണ്ട് 2xൽ നിന്ന് 2x കുറയ്ക്കണം. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടും അല്ലേ? അതായത് ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 2y, 5y നിന്ന് 3y കുറച്ച് കഴിഞ്ഞാൽ 2y ഈക്വൽ ടു 170 മൈനസ് 110, 60 എന്ന് കിട്ടും. ആ വില നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ കൊടുക്കുക അല്ലേ? 2x പ്ലസ് 5y കിട്ടിയ വൈയുടെ വില നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതും കിട്ടും അല്ലേ? അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വിലയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഏറെക്കുറെ ഒരേ മോഡലാണ് അല്ലേ? ഇതിൽ നമുക്ക് എക്സിനെ വേണമെങ്കിലും വൈനെ വേണമെങ്കിലും ഒഴിവാക്കാം. ഇവിടെ നമുക്ക് എക്സിനെ മാത്രമേ ആദ്യം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? പിന്നെ നമ്മൾ അടുത്ത മോഡൽ എങ്ങനെയാണ് പഠിച്ചത്? നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എക്സ് സീക്വൽ ടു 3 ഇൻറ്റു വൈ പ്ലസ് 1 ഒരു ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4y ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. ഉദാഹരണം നമുക്കറിയാം, നമ്മൾ ഭിന്നസംഖ്യകൾ ചെയ്തിരുന്നു അല്ലേ? അംശത്തോട് ഇത്ര കൂട്ടുമ്പോൾ ഇത്ര കിട്ടി, അതേസമയം ഛേദത്തോട് അല്ലേ ഡിനോമിനേറ്ററിൻ്റെ കൂടെ ഇത്ര കൂട്ടുമ്പോൾ ഇത്ര കിട്ടി, അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രോബ്ലം ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലുള്ള ഇക്വേഷനാണ് കിട്ടുക. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എക്സിൻ്റെ വില കണ്ടുപിടിക്കുക? നമുക്കിവിടെ അറിയാം എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിന് പകരം എന്ത് കൊടുക്കും? എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ? ഈ എക്സിൻ്റെ വില നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ 3 ഇൻറ്റു വൈ പ്ലസ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4y അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ വില നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഒഴിവായിപ്പോയി, ഇവിടെ എന്തായി? വൈ മാത്രമേ. 3 ഇൻറ്റു വൈ പ്ലസ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4y അല്ലേ? അപ്പോൾ ഇവിടെ വൈ മാത്രമായി. അപ്പോൾ നമുക്ക് വൈയുടെ വില കണ്ടുപിടിക്കുന്നു. ആ വില നമ്മൾ ഇതിൽ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടുന്നു അല്ലേ? അപ്പോൾ ഇത്രയും രീതികളിലാണ് നമ്മൾ ഇതുവരെ ചെയ്തത് അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കിയേ. ഇവിടെ ഇതുവരെ ചെയ്ത പ്രോബ്ലംസിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ചോദ്യമാണിത്. ദി പ്രൈസ് ഓഫ് 3 പെൻസിൽസ് ആൻഡ് 4 പെൻസ് ഈസ് 66 rupees. അതായത് ദി പ്രൈസ് ഓഫ് 3 പെൻസിൽ, 3 പെൻസിലിൻ്റെയും പിന്നെ 4 പേനകളുടെയും 4 പെൻസ് ഈക്വൽ ടു 66 rupees. ആൻഡ് ദി പ്രൈസ് ഓഫ് 6 പെൻസിൽസ്, 6 പെൻസിലിൻ്റെയും പിന്നെയോ 3 പേനകളുടെയും 3 പെൻസ്, 3 പേനകളുടെയും വില 72 രൂപ. ചോദ്യം മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിൻ്റെ വില എത്ര, ഒരു പേനയുടെ വില എത്ര? അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ പെൻസിലിൻ്റെ വില നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം അല്ലേ? പ്രൈസ് ഓഫ് പെൻസിൽ ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. പ്രൈസ് ഓഫ് പെൻ വൈ എന്ന് കൊടുക്കാം. 1 പെൻസിൽ, പ്രൈസ് ഓഫ് 1 പെൻസിൽ എക്സ്, പ്രൈസ് ഓഫ് 1 പെൻ വൈ ആണെന്നും കൊടുക്കാം.
ഇനി നോക്കിയേ 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപ. 3 പെൻസിൽ അല്ലേ? അപ്പോൾ ഒരു പെൻസിലിന്റെ വില എക്സ് ആണ്. അപ്പോൾ 3 പെൻസിൽ ആകുമ്പോൾ എന്ത് വരും? 3x പ്ലസ് 4 പെൻ. 4 പെൻ ഒരു പെന്നിന്റെ വില എത്രയാണ്? y. അതുകൊണ്ട് 4y സീക്വൽ ടു 66. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 6 പെൻസിൽ അല്ലേ? ഒരു പെൻസിലിന്റെ വില എക്സ് ആണ്. അപ്പോൾ 6 പെൻസിൽ ആകുമ്പോൾ 6x പ്ലസ് 3 പെൻ. 3 ഒരു പെന്നിന്റെ വില y. 3y ഈക്വൽ ടു 72. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ എക്സിനെ ഒഴിവാക്കും അതല്ലെങ്കിൽ വൈയെ ഒഴിവാക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് ഇവിടെ അല്ലേ? നമുക്കിവിടെ നോക്കിയാൽ എക്സിനെയും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല, വൈനെയും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 3, ഇവിടെ 6, ഇവിടെ വൈയുടേതാണെങ്കിൽ 4ഉം 3ഉം അല്ലേ? ആ വൈയുടേതും സെയിം അല്ല, എക്സിൻ്റെതും സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കിവിടെ ഈ 3ന് പകരം 6 ആയിരുന്നുവെങ്കിൽ അല്ലേ? 3ന് പകരം 3x പകരം 6x ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? നമുക്കറിയാം, എളുപ്പത്തിൽ ചെയ്യാൻ നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് 3x 6x ആക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പം 3x നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6x ആക്കാൻ പറ്റും ആണല്ലോ? പറ്റും. പക്ഷേ ഇവിടെ ഇതിന് മാത്രമായിട്ട് ഗുണിക്കാൻ പറ്റുമോ? അപ്പോൾ ഇക്വേഷൻ മാറും അല്ലേ? ഇതേ ഇക്വേഷൻ തന്നെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഓരോ പദത്തെയും ഇത് ആദ്യത്തേനെ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? അതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം വേണ്ടേ? അതായത് നാം ഇപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിക്കാൻ കാരണം നമ്മൾ 6 ആക്കാൻ വേണ്ടിയിട്ട്, ഈ 3നെ 6 ആക്കാൻ വേണ്ടിയിട്ടാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ പോരാ, ഗുണിക്കുമ്പോൾ ഇവരെല്ലാവരെയും ഗുണിക്കണം, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഈ ഇക്വേഷനിലെ എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിക്കാം. അതായത് ഇക്വേഷൻ 1നെ ഈ മുഴുവനായിട്ട് നമുക്ക് എന്ത് കൊണ്ട് ഗുണിക്കാം? 2 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിയേ? 2 കൊണ്ട് ഗുണിക്കാണ് ഇത് ഓരോന്നിനെ. അപ്പോൾ 2 × 3x 6x ആയി, പ്ലസ് 2 × 4y 8y സീക്വൽ ടു 2 × 66 132. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷനായി. അതായത് ഈ ഇക്വേഷൻ ഇപ്പം എന്തായി? ഇങ്ങനെ മാറി. 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇവിടെയും 6x1 ഇവിടെയും 6x1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 6xനെ ഒഴിവാക്കാം, എക്സിനെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കണം. ഒരേ ചിഹ്നങ്ങളാണ് നമ്മൾ എന്ത് വേണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ? വ്യത്യസ്ത ചിഹ്നങ്ങളായിരുന്നെങ്കിൽ കൂട്ടേണ്ടി വരും. ഇവിടെ ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അതായത് 6x നിന്ന് 6x മൈനസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നാം മുമ്പ് പറഞ്ഞിരുന്നു, ഇവിടെ നോക്കിയാൽ അടിയിലാണ് വലുത് എടുക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു പണിക്കാം, വലുതിൽ നിന്ന് ചെറുത് കുറക്കാം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറെ കൂടി എളുപ്പം എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറക്കാനാണ് എളുപ്പം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്തെഴുതാം. അതായത് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 6x പ്ലസ് 3y സീക്വൽ ടു 72. എത്രാമത്തെ ഇക്വേഷന്? രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ. 2നെ ഇങ്ങോട്ട് എടുത്തെഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറക്കാൻ കുറെ കൂടി എളുപ്പമാണ് അല്ലേ? അല്ലെങ്കിൽ ചിഹ്നങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3ൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാം. അതായത് ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2. 8y നിന്ന് 3y കുറയ്ക്കാൻ എത്ര വരും? 5y സീക്വൽ ടു 132 മൈനസ് 72 60. അപ്പോൾ 5y സീക്വൽ ടു 60, y സീക്വൽ ടു 60/5 സീക്വൽ ടു 12. അപ്പോൾ നമുക്കിവിടെ വൈയുടെ വില കിട്ടി 12. ഇനി എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷനിൽ വൈയുടെ വില കൊടുക്കാം അല്ലേ? അപ്പോൾ പുട്ട് ദി വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ നമ്പർ 1. 3x പ്ലസ് 4y സീക്വൽ ടു 66. വൈയുടെ വില എത്രയാണ്? 12 അല്ലേ? അപ്പോൾ 3x പ്ലസ് 4 × 12 സീക്വൽ ടു 66. ഇനി 3x പ്ലസ് 4 × 12 48 സീക്വൽ ടു 66. അപ്പം 3x സീക്വൽ ടു എന്ത് വരും? 66. ഇതങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 48 സീക്വൽ ടു 18 അല്ലേ? 18. x സീക്വൽ ടു 18 × 3/3 ആയി
ഈക്വൽ ടു 6 3 18 6. അപ്പോൾ ഇനി നമുക്ക് പേജ് നമ്പർ 14 ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ദി പ്രൈസ് ഓഫ് 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencil is 111 rupees. What is the price of a pen? What is the price of a pencil? അതായത് 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ, 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര, ഒരു പെൻസിലിൻ്റെ വില എത്ര? അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ എന്താണ്, പ്രൈസ് ഓഫ് 4 പെൻസ് ആൻഡ് 3 പെൻസിൽ അല്ലേ, 4 പേനകളുടെയും 3 പെൻസിലിൻ്റെയും കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെൻസിലിൻ്റെ വില എക്സ് ആണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് 1 പെൻ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വിചാരിക്കുക. പ്രൈസ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില എക്സ് ആണെന്ന് വിചാരിക്കുക, എക്സ് റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് 1 പെൻസിൽ y റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഇനി എന്താണ് പറയുന്നത്, 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ. 4 പേനയ്ക്കും അല്ലേ, 4 പേന 4, ഒരു പേനയുടെ വില എക്സ് രൂപ. അങ്ങനെയാണെങ്കിൽ 4 പേനയുടെ വില 4x. അപ്പോൾ 4 പേനയുടെ വില കിട്ടി. ഇനിയോ 3 പെൻസിൽ അല്ലേ, ഒരു പെൻസിലിൻ്റെ വില y, അപ്പോൾ 3 പെൻസിലിൻ്റെ വില 3y. സീക്വൽ ടു എത്ര രൂപ കൊടുത്തു, 66 രൂപ കൊടുത്തു. ഇനി അടുത്ത എന്താണ് പറയുന്നത്, 7 പേനയ്ക്കും അല്ലെ, 7 പേന, 7 ഇൻറ്റു ഒരു പേനയുടെ വില എക്സ് ആണ്. അപ്പോൾ 7x പ്ലസ് 3 പെൻസിൽ അല്ലെ, പെൻസിൽ 3 എണ്ണം തന്നെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 3 പെൻസിൽ 3y ഈക്വൽ ടു എത്ര രൂപ കൊടുത്തു, 111 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്, ഒരു പേനയുടെ വില എത്രയാണ്? അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കിവിടെ എന്ത് വേണം, നമുക്ക് ആരെങ്കിലും ഒരാളെ ഒഴിവാക്കണം അല്ലേ. ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ വൈയെ ഒഴിവാക്കണം. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ എക്സ് ഒഴിവായി പോവോ, പോകില്ല. എന്താ കാരണം, ഇവിടെ 4 ആണ്, ഇവിടെ 7 ആണ്, അപ്പോൾ എക്സ് പോവില്ല. ഇങ്ങോട്ട് നോക്കിയേ, വൈ ഒഴിവാക്കുവോ, വൈ മുകളിൽ എത്രയാണ്, ഗുണിതം 3 ആണ്, അടിയിലാണെങ്കിൽ 3 ആണ്. അപ്പോൾ നമുക്ക് വൈയെ ഒഴിവാക്കാം. പറ്റുമല്ലോ, പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് വൈയെ ഒഴിവാക്കാൻ പറ്റുക, ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം, ഒന്നിൽ നിന്ന് മറ്റേത് കുറച്ചാൽ മതി അല്ലേ. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടണം, ഇവിടെ നമ്മൾ കുറയ്ക്കണം. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ. ഇനി നമുക്ക് തിരിച്ചും കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ വലുത് ഏതാണ്, വലുത് പടിയിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്ക് അടിയിലേക്ക് എടുത്തെഴുതാം. അപ്പോൾ 4x പ്ലസ് 3y ഈക്വൽ ടു 66. അത് നമുക്ക് കുറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി നോക്കിയാൽ നമുക്ക് കുറച്ച് നോക്കാം. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 7x നിന്ന് 4x പോയി കഴിഞ്ഞാൽ 3x പ്ലസ് y നിന്ന് വീണ്ടും 3y പോയി കഴിഞ്ഞാൽ 0 ഈക്വൽ ടു 111 നിന്ന് 66 പോകും അല്ലേ. എത്ര കിട്ടും, 45. അപ്പോൾ 3x ഈക്വൽ ടു 45, x ഈക്വൽ ടു 45 ബൈ 3 ഈക്വൽ ടു 15. അപ്പോൾ എക്സ് കിട്ടി, അതായത് എന്താണ്, ഒരു പേനയുടെ വില കിട്ടി 15 രൂപ. ഇനി എന്ത് ചെയ്യാം, ഈ പുട്ട് ദി വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്താണ്, 4x പ്ലസ് 3y ഈക്വൽ ടു 66. എക്സിൻ്റെ വില 15 ആണ്. 4 ഇൻറ്റു 15 പ്ലസ് 3y ഈക്വൽ ടു 66. 4 ഇൻറ്റു 15 60 പ്ലസ് 3y ഈക്വൽ ടു 66. 3y ഈക്വൽ ടു 66. 60 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 60 ഈക്വൽ ടു 6. അപ്പോൾ 3y ഈക്വൽ ടു 6, y ഈക്വൽ ടു 6/3 അല്ലേ. 3 ഈക്വൽ ടു 2. അപ്പോൾ 2 രൂപയാണ് വൈയുടെ വില, അതായത് പെൻസിലിൻ്റെ വില 2 രൂപ, പേനയുടെ വില 15 രൂപ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയം തോന്നുന്നു, എന്തുകൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ അടിൽക്കെടുത്തെഴുത് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് മറ്റേ രൂപത്തിലും ചെയ്യാം. അപ്പോൾ നോക്കിയേ,
4x പ്ലസ് 3y സീക്വൽ ടു 66. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തു, ഒരു കുഴപ്പമില്ല. 7x പ്ലസ് 3y സീക്വൽ ടു 111 അല്ലേ? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 അല്ലേ? ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. 1 മൈനസ് 2 എന്ത് വരും? 4xൽ നിന്ന് 7x കുറച്ച് കഴിഞ്ഞാൽ 4x മൈനസ് 7x വരെ എത്രയാണ്? മൈനസ് 3x വരും അല്ലേ? അവിടെ കുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഇത് ക്യാൻസൽ ആയിപ്പോയി. സീക്വൽ ടു 66 മൈനസ് 111, 66 മൈനസ് 111 അപ്പോൾ എത്ര വരും? മൈനസ് 45 വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -45 ബൈ -3 സീക്വൽ ടു നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് 15. മനസ്സിലായോ? അപ്പോൾ ഉത്തരത്തിനൊന്നും വ്യത്യാസമില്ല. കുറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെൻറ്റിമീറ്റർ. അനദർ റെക്ടാംഗിൾ വിത്ത് ട്വൈസ് ദി ലെങ്ത് ആൻഡ് ത്രൈസ് ദി ബ്രെഡ്ത്ത് ഹാസ് പെരിമീറ്റർ 62 സെൻറ്റിമീറ്റർ. വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിൾ. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 26 സെൻറ്റിമീറ്റർ. പിന്നെ ഈ ചതുരത്തിൻ്റെ നീളം ഇരട്ടിയാക്കി 2 മടങ്ങ് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വീതി 3 മടങ്ങുമായി വർദ്ധിപ്പിച്ചുകൊണ്ട് വേറൊരു ചതുരം ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എത്രയായി? 62 സെൻറ്റിമീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് നമുക്ക് ഇതാണ് നമ്മുടെ ആദ്യത്തെ ചതുരാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 26 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ. ഇതിൻ്റെ പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ചതുരത്തിൻ്റെ നീളം ഇരട്ടിയാക്കി. അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വീതി നമുക്ക് y ആയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ നീളം ഇരട്ടിയാക്കി, വീതി 3 ഇരട്ടിയാക്കി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ നീളം ഇരട്ടിയാക്കുക എന്ന് പറയുമ്പോൾ എക്സിൻ്റെ എന്ന് പറയുന്നത് എന്തായി മാറും? 2x ആയി, ഇരട്ടിയായി. ഇനി ഇതിൻ്റെ വീതി 3 ഇരട്ടിയാക്കി അല്ലേ? അപ്പോൾ വൈയുടെ നീളം y എത്ര വരും? 3y ആയി. അങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എത്രയായി? 62 സെൻറ്റിമീറ്റർ ആയി അല്ലേ? അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയായി? 62 സെൻറ്റിമീറ്റർ. ഇത്രയും മനസ്സിലായല്ലോ? അതായത് ആദ്യത്തെ ചതുരം, ആ ചതുരത്തിൻ്റെ ചുറ്റളവ് 26 ആണ്. അപ്പോൾ നമ്മൾ അതിന് എക്സ് എന്ന് കൊടുത്തു, വീതിക്ക് y എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് 26. ഇനി ഈ ചതുരത്തിൻ്റെ നീളത്തിൻ്റെ ഇരട്ടി, പിന്നെ വീതിയുടെ 3 ഇരട്ടിയായി വേറൊരു ചതുരം ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചതുരം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x, ഇതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3y. അതിൻ്റെ ചുറ്റളവ് വന്നിട്ടുണ്ട് 62 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ നീളവും വീതിയും എത്രയായിരിക്കും എന്നാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ചുറ്റളവ്, നീളം എക്സും വീതി y ആണെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും? പെരിമീറ്റർ എന്തായിരിക്കും? ചുറ്റളവ് എന്ത് വരും? നീളം പ്ലസ് വീതി, 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ? അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് y. ഇതാണ് ഇതിൻ്റെ ചുറ്റളവ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 26 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റളവ് നോക്കിയേ, 62. ഇതിൻ്റെ ചുറ്റളവ് എത്ര വരും? ഇതിൻ്റെ 2 ഇൻറ്റു ഇതിൻ്റെ ചുറ്റളവ് സീക്വൽ എന്ത് വരും? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ? അതായത് 2 ഇൻറ്റു നീളം എത്രയാണ് ഇവിടെ? 2x ആണ്, പ്ലസ് വീതി എത്രയാണ്? 3y. അത് നമുക്ക് തന്നിട്ടുണ്ട് 62 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ നീളം എക്സ് ആണെന്ന് എടുക്കാം, വീതി y ആണെന്നും എടുക്കാം അല്ലേ? അപ്പോൾ എഴുതാം ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഈക്വൽ ടു എക്സ് ആണെന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് y ആണെന്ന് വിചാരിക്കാം. ബ്രെഡ്ത്ത് ഓഫ്
ഫസ്റ്റ് റെക്റ്റാങ്കിൾ y ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ പെരിമീറ്റർ നമ്മൾ തന്നിട്ടുണ്ട് 26 അല്ലേ. പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × x + y അല്ലേ, അതാണ് പെരിമീറ്റർ. അപ്പോൾ 2 നമ്മൾ ഇക്വേഷനിലേക്ക് വരാണ്. 2 × x + y = 26. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് x + y കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ മുമ്പ് ഇതുപോലത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് x + y കണ്ടുപിടിക്കാം. x + y, അതായത് ഒരു വശത്തിൻ്റെ 4 വശം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത്. ഇതിപ്പം ഒരു നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ x + y. അപ്പോൾ x + y എങ്ങനെ കിട്ടും നമുക്ക്? 26 × 2/2 ആയി, അതായത് 13. അപ്പോൾ x + y = 13. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. x + y = 13. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ റെക്റ്റാങ്കിളിലേക്ക് പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് റെക്റ്റാങ്കിൾ. ഈ ചതുരത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിൻ്റെ പെരിമീറ്റർ എന്താണ്? എത്രയാണ്? 62 അല്ലേ. 62. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × നീളം പ്ലസ് വീതി നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. 2 × 2x + 3y. 2x + 3y നീളം പ്ലസ് വീതി = 62. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ 2x + 3y കണ്ടുപിടിക്കാമല്ലോ. അതായത് ഒരു വശത്തിൻ്റെ ഈ നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 2x + 3y = 62/2 = 31. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അതായത് 2x + 3y = 31. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, പിന്നെ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിയാൽ x + y = 13, 2x + 3y = 31. ഒന്നാമത്തെ ഇക്വേഷനാണിത്. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇനി നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? ഇവിടെ എക്സിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇവിടെ 1, ഇവിടെ 2 ഒഴിവാകില്ല. ഇവിടെയോ? ഇവിടെ 1, ഇവിടെ 3 ഒഴിവാകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 2 ആക്കാൻ നോക്കണം. ഇവിടെ 2x ആണ്. അപ്പോൾ ഇവിടെ 2x ആക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിക്കണം. അതായത് ഈ ഇക്വേഷൻ മുഴുവനെ നമ്മൾ എന്ത് വേണം? 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കാൻ എന്താ കാരണം? നമുക്കിവിടെ ഇതിനെ 2 ആക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഗുണിതം തന്നെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അതായത് ഇക്വേഷൻ നമ്പർ 1നെ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? 2 × x 2x പ്ലസ് 2 × y 2y = 2 × 13 26. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മാറ്റി 2x + 2y = 26 എന്നാക്കി. എന്തിനു വേണ്ടിയിട്ട്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് സെയിം ആവാൻ വേണ്ടിയിട്ട്, എന്നാലും അത് ഒഴിവായി പോവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പുതിയ ഇക്വേഷനാണ് കിട്ടിയത്, മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് എക്സിനെ കളയാലോ? എളുപ്പത്തിൽ കളയാം അല്ലേ. ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് മൈനസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 3നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2x 2x കുറച്ച് കഴിഞ്ഞാൽ 0, 3y നിന്ന് 2y കുറച്ച് കഴിഞ്ഞാൽ 1y = 31 നിന്ന് 26 കുറച്ച് കഴിഞ്ഞാൽ 5. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? y = 5 എന്ന് കിട്ടി. ഇനി ഈ വൈയുടെ വില എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ x + y = 13, x + 5 = 13, x = 13 - 5 = 8. അപ്പോൾ x എന്ന് പറയുന്നത് 8, y എന്ന് പറയുന്നത് എത്രയാണ്? 5. അതായത് ഇതിൻ്റെ നീളം x എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ വീതി 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇതിനെ സെയിം ആക്കാൻ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് അത് സെയിം ആകുക, അതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇക്വേഷൻ മൊത്തത്തെ ഗുണിക്കണം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ മനസ്സിലായല്ലോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ